പിടിക്കാൻ പറ്റിയത് വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ്, മാക്സ്മാൻ എന്ന് പറയുന്ന റോഡാണ്. അടിപൊളി. ഓ കടിക്കുന്നു. ഇതിൻ്റെ വണ്ണം ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. നോക്കിയേ, അപ്പോൾ ഇതാണ് 2 ലോറുകൾ മേടിച്ചിട്ടുണ്ട്. ഇത് ഹലോ, അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവരും സാധനം കേട്ടോ. അൾട്രാലൈറ്റ് റോഡും റെയിലും എല്ലാം മേടിച്ചു വന്നിട്ടുണ്ട്. ഞാൻ അതൊന്ന് കാണിച്ചിട്ട് നമുക്ക് തുടങ്ങാം. മാർക്സ്മാൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ റോഡാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഞാൻ ഓൾറെഡി തുറന്നതാണ്, ഞാൻ ഇതെല്ലാം ഒന്ന് തുറന്ന് കാണിക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, നമ്മുടെ അൾട്രാലൈറ്റ് ആണ് സാധനം. അപ്പോൾ ഇതിൻ്റെ വണ്ണമൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇതുണ്ടല്ലോ നമ്മുടെ റോഡ്, അടിപൊളി ഒരു ഫിനിഷൊക്കെ വരുന്ന ഒരു സാധനമാണ് കേട്ടോ. കേട്ടോ ഇതുണ്ടോ സാധനം കേട്ടോ. ഇതുണ്ടോ ലിവർ നമുക്ക് വലിച്ച് കയറ്റി വെക്കാൻ പറ്റുന്ന ഒരു അളവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇതിൻ്റെ പേരൊക്കെ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ഗോൾഡിൻ്റെ ഒരു ഔട്ട്ലൈൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ ഇത് നിൽക്കുമോ എന്നുള്ള കാര്യം, അതായത് ഞാൻ കടയിൽ ചോദിച്ചപ്പം ഏകദേശം 1 കിലോയുള്ള മീനൊക്കെ അടിച്ചാൽ ഇത് നിൽക്കും എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇത് കണ്ടിട്ട് തന്നെ തീരുമാനിക്കണം ഇതിൽ നിൽക്കുമോ ഇല്ല, അതായത് പിടിച്ച് തന്നെ തീരുമാനിക്കണം. ഇതിൻ്റെ തിക്നെസ് നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ ഇത് കണ്ടോ, ഇത് തള്ളവിരലാണ് കേട്ടോ. ഇതിൻ്റെ വണ്ണം ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. നോക്കിയേ, ഇത്രയും വണ്ണേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ് പീസ്. ഇത് ഇതിൻ്റെ അടുത്ത 2ാമത്തെ പീസാണ്, ബോട്ടം പീസാണ്. അപ്പോൾ ഇത് ഇതിനകത്തേക്ക് ഇറക്കി വെക്കുന്ന ടൈപ്പാണ് കേട്ടോ. നോക്കി, ഇതാണ് നമ്മുടെ റോഡ് വരുന്നത്. ഈ സാധനത്തിൽ നമ്മളിത് പിടിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മീനുകൾ, അതായത് കുറുവ, കണ്ണി, ഇതൊക്കെ പിടിക്കും. വരാല് പിടിച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനായിട്ട് വരാല് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രോഗ് ലൂർ കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നറൊക്കെ ഉള്ളവരുടെ നല്ല അടിയൊക്കെ കിട്ടുന്നതായിരിക്കണം. റോഡ് ഓക്കെ. അടുത്ത അപ്പോൾ ഇതാണ് 2 ലോറുകൾ മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അണ്ടർ വാട്ടർ ലൂറുകളാണ്. ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ നാക്കൊക്കെ ഉണ്ടല്ലോ, ഇത് അണ്ടർ വാട്ടർ ലൂറാണ്. ഇത് നമുക്ക് കുറുവായും അതേപോലെ തന്നെ പാലാങ്കണ്ണിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഒരുപാട് വലിയ മീനുകൾ, ഇപ്പോൾ ചെമ്പല്ലി പോലത്തുള്ള മീനുകളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്, നിങ്ങൾ റോഡിൻ്റെ വലിപ്പം കണ്ടിട്ടുണ്ടോ, അപ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പക്ഷേ എന്തായാലും അത്യാവശ്യം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും എന്ന് കടയിൽ നിന്ന് ഉറപ്പ് പറയുന്നുണ്ട് കേട്ടോ. അടുത്ത മേടിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വറ്റയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു സാധനമാണ്. അപ്പോൾ ഇത് 2 എണ്ണമാണ്. ഇത് 2 എണ്ണമാണ് പിന്നെ മേടിച്ചിരിക്കുന്നത്. മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിന്നറാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള ആ സാധനമായിരിക്കും. ഇതുണ്ടോ, ഇത് നന്നായിട്ട് കറങ്ങും കേട്ടോ. നല്ല വെള്ളത്തിൽ കൂടെ നല്ല തിളങ്ങി വരും. ഇതേപോലെ കുറുവ അടിക്കും എന്നാണ് കേട്ടോ. അത് ഏറ്റവും ചെറിയ സ്യൂലും അതിൻ്റെ ലോക്കും എല്ലാം കൂടെയാണ്. പിന്നെ ഒരു ലീഡർ ലൈനും ഉണ്ട് ചെറുത്. ലൈൻ വരുന്നത് പ്രോ ഹണ്ടർ എന്ന് പറയുന്നൊരു ലൈനാണ്. ഇതിൻ്റെ വലിപ്പം ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 0.08 mm ലൈനാണ്. ഇതിൻ്റെ 5.6 കിലോഗ്രാം വരെ താങ്ങാൻ പറ്റുന്ന ലൈനാണെന്നാണ് ഇവർ ഇതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 5.6 കിലോ വരെ ഈ ലൈനിൽ പിടിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതൊരു 8 പെയർ ലൈനാണെന്നാണ് എൻ്റെ തോന്നൽ. ഇതിലത് എൻ്റെ സ്പെസിഫിക്കേഷൻ ഇല്ല. എന്തായാലും ഇതിൽ അത്രയും വലിയ മീനെ വരെ പിടിക്കാൻ പറ്റും. 5 കിലോ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വരെ പോകും എന്നറിയാൻ പറ്റും. ലീഡർ ലൈൻ്റെ കപ്പാസിറ്റി ഒക്കെ പോലെ ഇരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലൈൻ എന്ന് പറയുന്നത്. ഏകദേശം കിങ് ഫിഷ്, അതുപോലെ തന്നെ പ്രോ ഹണ്ടർ, ഇതാ അങ്ങനെയാണ് ഇതിൻ്റെ പേര് വന്നേക്കുന്നത്. റീലാണ് ഇത്. പ്രോബ്രോസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രോഗ്, ഈ കമ്പനിയുടെ ഫ്രോഗ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ വരുന്നത് റീൽ ഞാൻ തുറന്ന് കാണിക്കാം. ഇതുണ്ടോ, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു റീലാണ്. ഡ്രാഗിൻ്റെ സൗണ്ടൊക്കെ ആണെങ്കിലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഫുൾ ഡ്രാഗിൽ ലൂസ് ചെയ്തിട്ട് വേണം പിടിക്കാൻ എന്നൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കറിയത്തില്ല ഇതിൻ്റെ പരിപാടികൾ എങ്ങനെയൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഇത്രയും സംഗതികളാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. ഒരു റോഡ്, അതുപോലെ തന്നെ ല്യൂറ്, കുറച്ച് ല്യൂറുകളും ലീഡർ ലൈനും എല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് സത്യത്തിൽ ഈ അൾട്രാലൈറ്റ് ഫിഷിങ്ങിന് ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പം മീൻ പിടിക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ ഇതെല്ലാം ടെസ്റ്റ് ചെയ്യും കേട്ടോ. ഇതിലേതിലായിരിക്കും മീൻ അടിക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ ഇന്ന് വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് ഇതാണ് നമ്മുടെ മീൻ. അപ്പോൾ എനിക്ക് ഇവൻ്റെ പല്ല് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഇവനെ പിടിക്കുക, എനിക്ക് എങ്ങനെ പിടിക്കേണ്ടത് പോലും അറിയില്ല. നമ്മുടെ കയ്യിൽ ഇതിനെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് പിടിക്കാനായിട്ട് ഐറ്റംസ് ഒന്നുമില്ല. ഇവൻ്റെ ഏകദേശം വലിപ്പം ഇവന് ഇതൊക്കെ കണ്ടല്ലോ അല്ലേ, നിങ്ങൾ സാധനമൊക്കെ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ സാധനത്തിന് അൾട്രാലൈറ്റിലാണ് നമ്മൾ പിടിച്ചേക്കുന്നത്. ഇത്രയും വലിയ ചെമ്പല്ലിയൊക്കെ ഇത് കയറും. സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, എനിക്കറിയത്തില്ല ഇത്രയും വലിയ മീനൊക്കെ ഇത് കയറുന്നായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നല്ല കിണ്ണനൊരു ചെമ്പല്ലി, ഇത് കണ്ടല്ലോ, അടിപൊളി ഒരു ചെമ്പല്ലി. ഓക്കെ, ഒരിക്കലും പ്രതീക്ഷയില്ല ഇവനെ നമുക്ക് ഇന്ന് ഇവിടുന്ന് കിട്ടുമെന്ന് കേട്ടോ. എന്തായാലും ഭയങ്കര ലക്കുണ്ട്. നമ്മൾ റോഡ് എടുത്ത് ഇതുപോലെ വന്ന് നമുക്കിതിനെ പിടിക്കാൻ പറ്റിയത് വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ്, മാക്സ്മാൻ എന്ന് പറയുന്ന റോഡാണ്. ലൂർ ഡാഡിയുടെ ലൂറാണിത്. നമുക്കൊന്ന് അൺഹുക്ക് ചെയ്തെടുക്കാം കേട്ടോ.
നല്ല ഹുക്കപ്പാണ് നോക്കിയേ, നല്ല അടിപൊളി ട്രിപ്പിൾ ഹുക്ക്, നല്ല പക്കായിട്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത് കയറുമെന്ന്. ഇത്രയും പൊക്കത്തിലേക്ക് ഇതിനെ വലിച്ച് കയറണമെന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഈ ബണ്ടറോടയിലൊക്കെ ആകുമ്പോഴത്തേക്കിന് ഈ ബണ്ടയിലോട്ട് ഇതിനെ പൊക്കി കയറ്റുക എന്ന് പറഞ്ഞാൽ പാടാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഇതിനെ കൃത്യമായിട്ട് വലിച്ച് കയറ്റാനായിട്ട് സാധിക്കും. മീനാണ്, ഫസ്റ്റ് ചെമ്പല്ലിയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഈ പ്ലെയറും കാര്യങ്ങളൊന്നും ഇല്ല, അതാണ് പറ്റുന്നത്. ഓക്കെ. ഓ ഇതിൻ്റെ പല്ലൊക്കെ ഭയങ്കരമാണ് കേട്ടോ. എൻ്റെ അമ്മേ അടിപൊളി. ഓ കടിക്കുന്നു. വേണ്ട, അങ്ങനെ പിടിച്ചാൽ ഡേഞ്ചറാണ്. കണ്ടല്ലോ എൻ്റെ പല്ലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇതുപോലെ പിടിക്കുന്നത് ശരിയല്ല. അപ്പം നമുക്കിതിനെ ഒരു കൂടിനകത്താക്കിയേക്കാം. എത്ര വലിയ മീനാണെന്ന് പറയും. ഇപ്പം നമ്മൾ ഇതിൻ്റെ പൊക്കത്തിലേക്ക് ഈ സാധനത്തിന് ചുമ്മാ വലിച്ച് കയറ്റി ചുമ്മാ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ കയറ്റി വരുന്നത് കേട്ടോ. അപ്പോൾ അത്രയും സത്യം പറഞ്ഞാൽ അപ്പം എൻ്റെ അർത്ഥം എന്താണ്, ഇത് നമുക്ക് നല്ലതായിട്ട് തന്നെ എത്ര ഡീപ്പ് പോയാലും അല്ലെങ്കിൽ എത്ര ഇത് ഹൈറ്റിലേക്ക് വേണമെങ്കിലും നമുക്ക് ഈ മീനെ ഇത് വെച്ച് ഉയർത്താൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പം നന്നായിട്ട് തന്നെ മീൻ പിടിക്കാൻ പറ്റും എന്തായാലും. അപ്പോൾ ആദ്യമായിട്ട് വന്ന് മാംഗ്രൂവ് ജാക്കിനെ തന്നെ പിടിക്കാൻ പറ്റി. പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് അതിൻ്റെ വീഡിയോ കിട്ടിയില്ല.